കാറ്റത്തി കിളിക്കൂടിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ സുഭാഷിൻ്റെ അടുത്താണെങ്കിൽ നമ്മൾ ശ്രുതിയാണെങ്കിൽ പറയുന്നുണ്ട്, ഏട്ടാ കല്യാണ മണ്ഡപത്തിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്നിട്ടാണെങ്കിലും നമുക്ക് കല്യാണം നടത്താമെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, നിങ്ങൾ ഒരു കല്യാണം മുടക്കാൻ വേണ്ടി നടക്കുന്നത്, നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കും, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മളെ കാര്യം മാത്രം നോക്കാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക, എത്ര പേർക്ക് അതുകൊണ്ട് ബാധിക്കുന്നതെന്നൊക്കെ നമ്മൾ സുഭാഷാണെങ്കിൽ പറയുന്നുണ്ട്. എന്നും എപ്പോഴും അവൻ്റെ കാര്യം മാത്രം ചിന്തിക്കുന്ന ഈ ഏർപ്പാടങ്ങ് നിർത്താനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അവർക്ക് ദോഷം വരുന്ന കാര്യമല്ലല്ലോ അവർ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെ വീട്ടുകാരൊക്കെ ചെയ്യുന്നത് അവർക്ക് നല്ലതായ കാര്യങ്ങളല്ലേ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഭാവിക്ക് നല്ലതാണെന്ന് അവരുടെ വീട്ടുകാർക്ക് അതിലേ തോന്നിയപ്പം അത് നടക്കട്ടെ. അല്ലാതെ നമ്മളെന്തിനാ അവിടെ ഇങ്ങനെ അലമ്പുണ്ടാക്കിയിട്ട് കല്യാണം മണ്ഡപത്തിൽ കയറി ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നമ്മളെന്താ ഗുണ്ടകളാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ സുഭാഷ് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും പോവാം, എനിക്ക് ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ സുഭാഷ് ആണെങ്കിൽ അയൺ ചെയ്ത ഡ്രസ്സൊക്കെ എടുത്തിട്ട് റൂമിലോട്ട് കയറുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടാണെങ്കിൽ നമ്മൾ സുഭാഷാണെങ്കിൽ നിധിയെടുത്ത് പറയുന്നുണ്ട്, മോളെ ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് നിധിയെടുത്ത് മാത്രം പറഞ്ഞിട്ട് നമ്മൾ സുഭാഷ് അങ്ങ് പോവുകയും ചെയ്യുന്നു. അങ്ങനെ സുഭാഷ് ആണെങ്കിൽ ജോലിക്ക് പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ സുനിതയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നത്. ആ സമയത്താണെങ്കിൽ അവിടെ ആളും പേരൊക്കെ ഇങ്ങനെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സുഭാഷാണെങ്കിൽ നല്ല സങ്കടമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് സുനിതയുടെ അച്ഛനാണെങ്കിൽ പുറത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ സുനിതയുടെ അച്ഛനാണെങ്കിൽ ഇങ്ങനെ സുഭാഷിനെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി സുഭാഷാണെങ്കിൽ അങ്ങോട്ട് വരുവാണോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ അയാളിങ്ങനെ ഒരു ദേഷ്യമൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ സുഭാഷാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. പോകുന്ന സമയത്താണെങ്കിലും നമ്മൾ സുനിതയുടെ അച്ഛനിക്കാണെങ്കിൽ ഒരു സമാധാനമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ സുഭാഷാണെങ്കിൽ സൈറ്റിൽ പോയി ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ മണ്ണ് കുഴിക്കാൻ വേണ്ടി ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ സുഭാഷാണെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല. ആ സമയത്ത് ഹിന്ദിക്കാരൻ ഓടി വന്നിട്ട് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ എന്താ പറ്റി, വയ്യെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സുഭാഷ് ഉണ്ടെങ്കിൽ വന്ന് ഇവിടെ വന്നിരിക്കും, വയ്യെങ്കിൽ ജോലി ചെയ്യേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പറയുന്നുണ്ട്, സുഭാഷിന് ചായ വല്ലതും വേണമെന്ന് നിൽക്കുന്ന സമയത്താണെങ്കിൽ സുഭാഷ് പറയുന്നുണ്ട് വേണ്ടെന്ന് പറയുമ്പോഴത്തേക്ക്, എന്നാൽ സുഭാഷ് ഏട്ടൻ വീട്ടിൽ പോകേട്ടനെ കണ്ടാലേ അറിയാൻ വയ്യ എന്നുള്ള കാര്യം അറിയാൻ ഏട്ടൻ വീട്ടിൽ പോകുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുഭാഷാണെങ്കിൽ ചോദിക്കുന്നുണ്ട് സമയം എത്രയായെന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ആ ഹിന്ദിക്കാരൻ പറയുന്നുണ്ട് 10:30 ആയെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, ആ താലി കെട്ടി കഴിഞ്ഞാണോ എന്നൊക്കെ പറയുന്നുണ്ട്. ഹിന്ദിക്കാരൻ പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടൻ്റെ മനസ്സ് ശരിയല്ല, ചേട്ടൻ വീട്ടിൽ പൊയ്ക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്, ഞാൻ ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സുഭാഷ് ആണെങ്കിൽ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോഴത്തേക്കാണ് നമ്മൾ സുഭാഷ് ആണെങ്കിൽ വീട്ടിലോട്ട് പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ സുനിതയുടെ വീടിൻ്റെ അവിടെ എത്തുന്ന ടൈമിലാണെങ്കിൽ സുനിതയും ചെറുക്കനൊക്കെ താലിയിട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ വീട്ടിലോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് സുനിതയുടെ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ അവരെ അകത്തോട്ടൊക്കെ ക്ഷണിക്കാനൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ വീഡിയോഗ്രാഫർ ആണെങ്കിൽ പറയുന്നുണ്ട്, നിനക്ക് സുനിതയുടെ ഭർത്താവിന് പറയുന്നുണ്ട്, സുനിതയുടെ തോളിൽ ഇങ്ങനെ കൈയിടാനൊക്കെ പറയുന്നുണ്ട്. ആ സമയത്തും സുനിത ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ സുഭാഷ് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ സുഭാഷിനെ നോക്കി ഇങ്ങനെ വിഷമിച്ചിട്ടാണെങ്കിൽ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി കരയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ സുഭാഷ് ആണെങ്കിൽ സുനിതയെ നോക്കി ഇങ്ങനെ കൈവച്ചൊക്കെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിന് ശേഷം നമ്മൾ സുനിത എല്ലാം അകത്ത് കയറി പോവുകയും ചെയ്യുന്നുണ്ട്. സുഭാഷ് ആണെങ്കിൽ ഇങ്ങനെ വീട്ടിലോട്ട് വരുന്നുണ്ട്. വരുന്ന സമയത്താണെങ്കിൽ നമ്മുടെ നിധിയാണെങ്കിൽ അവിടെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം സുഭാഷ് ആണെങ്കിൽ ആകെ ഒരു വെപ്രാളം കണക്കൊക്കെ വരുന്നത്. അങ്ങനെ വന്നിട്ടാണെങ്കിൽ ആദ്യം അവിടെ സെറ്റ് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നിധി നോക്കുമ്പോഴത്തേക്ക് സുഭാഷിന് എന്തോ ഒരു വല്ലാത്തൊരു ഒരു വിഷമം കണക്കൊക്കെ വന്നിരിക്കുന്ന കാരണം നമ്മൾ നിധി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടാ എന്താ പറ്റി, സുഭാഷ് ഏട്ടൻ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുഭാഷ് ഒരു പെട്ടെന്ന് ഞെട്ടി എണീക്കുന്നതൊക്കെ വെച്ചിട്ട് എന്താ മോളെ എന്താ ചോദിച്ചതെന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നിധി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ഏട്ടാ, എന്താ കാര്യം എന്താണെന്ന് പറയാനൊക്കെ പറയുന്നുണ്ട്. സുഭാഷ് പറയുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല മോളെ, തലയ്ക്കൊക്കെ ഒരു പെരുപ്പെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നിധി പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോയത്, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ടല്ലോ സുഭാഷ് ഏട്ടാ, ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ട എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ സുഭാഷ് പറയുന്നത് ആ വേണ്ട മോളെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സുഭാഷ് ആണെങ്കിൽ അടുക്കളയിലോട്ട് പോയിട്ടാണെങ്കിൽ ഒരു വെപ്രാളം കണക്കൊക്കെ പോയിട്ടൊക്കെ ആണെങ്കിൽ സുഭാഷ് വെള്ളമൊക്കെ എടുത്ത് ഇങ്ങനെ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നിധിയും പിറക്കേ പോകുന്നുണ്ട്. അപ്പം നിധിക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ ആണെങ്കിൽ നല്ല സങ്കടമൊക്കെ വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് വീണ്ടും വന്ന് സെറ്റിലിരിക്കുമ്പം നിധി പറയുന്നുണ്ട്, വാ സുഭാഷ് ഏട്ടാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുമ്പോൾ വേണ്ട മോളെ ഞാൻ ഇന്നലെ ഉറങ്ങിയില്ലല്ലോ, അപ്പോഴത്തേക്ക് അതിൻ്റെ ആയിരിക്കും, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സുഭാഷ് ആണെങ്കിൽ നേരെ റൂമിലോട്ട് പോകുന്ന സമയത്താണെങ്കിൽ അവിടെ ഒരു ടേബിളിൽ ഇരിപ്പുണ്ട്. ആ ടേബിളിൽ തട്ടി സുഭാഷിൻ്റെ കാല് ഒരു ബാലൻസ് ഇല്ലാത്ത കണക്കൊന്ന് വീഴാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് നമ്മളെ നിധിയാണെങ്കിൽ പോയി പിടിച്ചുകൊണ്ട് വന്നിട്ട് പറയും, സുഭാഷ് ഏട്ടാ ഇവിടെ വാ, വന്ന് ഇവിടെ ഇരിക്കാനൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നിധിയാണെങ്കിൽ പോയി വിളിച്ചുകൊണ്ടൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് സുഭാഷിനെ അവിടെ ഒരു കസേരയിൽ ഇരുത്തിയിട്ടാണ് നമ്മളെ നിധിയാണെങ്കിൽ അവിടെ നിലത്തിരിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ സുഭാഷ് ഏട്ടാ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണ് നമ്മൾ സുഭാഷ് ആണെങ്കിൽ അങ്ങ് കരയുന്നുണ്ട് കേട്ടോ. പൊട്ടി പൊട്ടി കരയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നിധിക്കുവാണെങ്കിൽ സങ്കടം വന്ന് നിധിയൊക്കെ അങ്ങ് കരയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ സുഭാഷ് പറയുന്നുണ്ട്, അവളെ ഇനി ഒരിക്കലും ഞാൻ കാണരുതെന്ന് വിചാരിച്ചതാണ്, പക്ഷേ എൻ്റെ കൺമുമ്പിൽ തന്നെ ഞാൻ ജോലി കഴിഞ്ഞ് വന്ന ടൈമിലാണെങ്കിൽ ഇത് കണ്ട് മോളെ, അതും കല്യാണ പെണ്ണിൻ്റെ വേഷത്തിൽ തന്നെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ആ ഒരു വേഷം ഞാൻ സുനിതയെ കണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ വരുന്ന സമയത്ത് അവർ അമ്പലത്തിൽ പോയി താലി കെട്ടിയിട്ട് അവിടെ
വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ സുഭാഷാണെങ്കിൽ സുനിതയെക്കുറിച്ചാണെങ്കിൽ ഒരുപാടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പറയുന്നുണ്ട് ഈ വീടാണെങ്കിൽ ഈ നാട്ടിൽ ആർക്കും ഇഷ്ടമല്ല, അവളെ അച്ഛനും അമ്മയ്ക്ക് പോലും ഈ വീടാണെങ്കിൽ ഇഷ്ടമല്ല, പക്ഷെ അവൾക്കാണെങ്കിൽ ഈ വീട്ടിലും എല്ലാവരെയും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവൾ പറയുന്നത് പറഞ്ഞാൽ ഈ വീട്ടിലുള്ളവർക്ക് അത്രയ്ക്കും സ്നേഹവും കാര്യങ്ങളൊക്കെ ആണെന്നൊക്കെ അവൾ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ഈ നാട്ടിലാണെങ്കിൽ ഞങ്ങളെ സ്വന്തം എന്ന് കരുതാനും ഞങ്ങളെ സ്നേഹിക്കാനും അവൾ മാത്രമേ ഉള്ളായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അവളെ സ്നേഹം കണ്ടില്ല, ഞാനൊരു ഭീരു ആണെന്നൊക്കെ പറയുന്നുണ്ട് നിധിയുടെ. സുഭാഷ് പറയുന്നുണ്ട് എന്തായാലും ഇന്നലെ അവൾ അത്രയും ധൈര്യം കാണിച്ചിട്ട് അവളിവിടെ വന്നിട്ടാണെങ്കിലും എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെന്നൊക്കെ നമ്മൾ സുഭാഷാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. അതുമല്ല അവൾ പോകുന്ന സമയത്താണെങ്കിൽ അവൾ എന്നെ ഒരു നോട്ടം നോക്കിയിട്ടൊക്കെയാണ് പോയെന്നൊക്കെ നമ്മൾ സുഭാഷാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടാണെങ്കിലും നമ്മളെ നിധിയാണെങ്കിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.